ഇന്ന് ബ്രോക്കോളി വെച്ചിട്ട് അടിപൊളി കട്ട്ലേറ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് ഒരു ബ്രോക്കോളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് തിളച്ച വെള്ളത്തിലേക്കിട്ട് വെള്ളത്തിലിട്ടൊന്ന് ചൂടായി എടുത്തതിന് ശേഷം മിക്സിയിലൊന്ന് ചതച്ചെടുത്തേ. പിന്നെ ഉള്ളി കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എണ്ണ ഒഴിച്ച് വഴറ്റിയതിന് ശേഷം അതിലോട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് ഇവയൊക്കെ ഇട്ട് കൊടുത്ത് അതിനുശേഷം ബ്രോക്കോളി ഇട്ട് കൊടുത്ത് വഴറ്റിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, അല്പം ഗരം മസാല ഇവയൊക്കെ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ഇനി അതൊരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് പൊടിച്ചതും പിന്നെ മുട്ട, അതിനുശേഷം കട്ട്ലേറ്റിൻ്റെ ആകൃതി നമുക്കിഷ്ടമുള്ള ആകൃതിയിൽ ആക്കിയെടുത്ത് മുട്ടയിൽ മുക്കി ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്ത് എടുക്കാം. ഇതുപോലെ മൊത്തം ചെയ്തെടുക്കുക. ഇത് ഇവിടെ തന്നെ ഉണ്ടായ ബ്രോക്കോളിയാണ്, മരുന്നൊന്നും അടിക്കാത്തതുകൊണ്ട് പിന്നെ എന്തെങ്കിലും ഉണ്ടാകുന്നോർത്ത ചൂടുവെള്ളത്തിലിട്ടത്, അല്ലാതെ ആക്കാം. ഇനിയിപ്പോൾ ഓരോന്നായിട്ട് ചുട്ടെടുക്കുന്നത്. കുറച്ച് എണ്ണ ഒഴിച്ചാണ് ഞാൻ ആക്കിയെടുക്കുന്നത്. പിന്നെ റെഡിയായി, കട്ട്ലേറ്റ് റെഡിയായി വന്നിട്ടുണ്ട്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ കട്ട്ലേറ്റാണിത്. ഇത് ശരിക്കും ബീഫ് കട്ട്ലേറ്റിനെക്കാട്ടിലും ചിക്കൻ കട്ട്ലേറ്റിനെക്കാട്ടിലും ടേസ്റ്റിയാണ്. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.